നല്ല മണം വരുന്നുണ്ട്. മീൻ കറിയുടെ നല്ല തിളയ്ക്കുമ്പോൾ നല്ല സൂപ്പർ മണം. ഇത് നമ്മൾ വളരെ എളുപ്പത്തിൽ നല്ല രുചിയുള്ള ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഒരു അരമുറി തേങ്ങ ചിരകിയത് നമ്മൾ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതിലേക്ക് ചെറിയുള്ളി, ഒരു 2 അല്ലി ചെറിയുള്ളിയും പിന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും വേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് മൂപ്പിച്ചെടുക്കുക. അങ്ങനെ ഈ ഒരു മൂപ്പിച്ച ഒരു ലെവലാവുമ്പോൾ അതിലേക്ക് നമ്മൾ പാകത്തിന് മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് കേട്ടോ അതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും മുളകും പൊടി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നിങ്ങനെ മൂപ്പിച്ച് കൊടുക്കുക. ആ ചൂടിൽ, ആ ചട്ടിയുടെ ചൂടിൽ അതൊന്ന് ചൂടായി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആയിട്ടിരിക്കട്ടെ. അവിടെ ഒന്ന് ചൂടാറായിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് മാങ്ങയൊക്കെ ചെത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് മാങ്ങ ഇട്ടിട്ടുള്ള കറിയാണ്. നല്ലൊരു പുളിമാങ്ങ ഇട്ടിട്ട് കറി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു വറുത്തരച്ച മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് മാങ്ങയും കൂടി ഇട്ടിട്ടാവുമ്പോൾ നല്ല ടേസ്റ്റ് ആവുമല്ലോ. അപ്പോൾ അപ്പോഴേക്കും നമ്മളുടെ തേങ്ങയൊക്കെ ചൂടാറി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തേങ്ങയൊക്കെ അരച്ചെടുത്തു. ഒരു ചട്ടി എടുക്കുക. നമ്മൾ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് പച്ചമുളകും തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഉപ്പിട്ടിട്ട് ഒന്ന് ഞരടി കൊടുക്കണം കേട്ടോ. അപ്പോൾ അമ്മ ഇവിടെ ഉപ്പിട്ടിട്ട് ഞരടുന്നുണ്ട്. തക്കാളിയും പച്ചമുളകും കൂടി ഒന്ന് ഞരടിയിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, തേങ്ങയുടെ ആ അരപ്പ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയും കൂടി പിഴിഞ്ഞതും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കുറച്ച് പുളി മതി, കുറച്ച് തക്കാളിയും മതി കേട്ടോ. ഓവറായിട്ട് തക്കാളിയും നല്ല പോലെ കറിക്ക് പുളി കൂടുമ്പോൾ നമുക്ക് നമ്മുടെ കറിയുടെ ടേസ്റ്റ് പോകും. അപ്പോൾ ആവശ്യത്തിനുള്ള പുളിയും, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയും, ഒരു തക്കാളി എടുക്കുക. എന്നിട്ട് കറി നല്ലപോലെ കലക്കിയിട്ട് നമ്മൾ ഗ്യാസിലേക്ക് വെക്കുകയാണ്. അപ്പോൾ കറി അടുപ്പത്താക്കിയതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് 2 ഇല്ലി വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മൂടി വെച്ചിട്ട് നല്ല പോലെ തള വരണം. തള വന്നു കഴിഞ്ഞിട്ടാണ് അതിലേക്ക് മീനിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും നല്ല പോലെ നമ്മുടെ കറിയൊക്കെ നല്ല പോലെ തള വന്ന് നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് മീനിട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള മീൻ ഏതാണെന്ന് വെച്ചാൽ അയിലക്കണേനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിന് തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ അയിലക്കണേന്നാണ് പറയുക. നല്ല മാംസമുള്ള മീനാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കറി വെച്ച് കഴിക്കാനും അതുപോലെ തന്നെ വറുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റുള്ള മീനാണ്. അപ്പോൾ കറിക്ക് വേഗം മീനൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഈ മീൻ ഇടുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മാങ്ങ ഉണ്ടല്ലോ, അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ മാങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരും. മാങ്ങ ഇട്ട കറി ആകുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. അങ്ങനെ മാങ്ങയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ വീണ്ടും ഒന്ന് മൂടി വെച്ച് ഒന്നും കൂടി തിള വരാൻ വേണ്ടിയിട്ട് മീനൊക്കെ നല്ലപോലെ വെന്ത് വരാനായിട്ട് ഒന്നും കൂടി മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ കറി നല്ലപോലെ തിളയൊക്കെ വന്ന് നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റൊക്കെ നോക്കിയപ്പോഴാണെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കറിക്ക് നല്ല വറുത്തരച്ചതൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇനി നിങ്ങൾ അതിലേക്ക് ഒന്നും കൂടി ഉള്ളി കാച്ചി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ, ചെറിയുള്ളി കാച്ചി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ, വറുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ ചെറിയുള്ളി അരിഞ്ഞിട്ട് നേരെ വറുത്തിടാൻ നോക്കുകയാണ്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയിൽ ഉള്ളി മൂപ്പിച്ചതും പിന്നെ ചെറുതായി ഈ ഉള്ളി കാച്ചിനതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ മുളകും പൊടിയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് നല്ല കളറായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്.